സമാധാന ചർച്ച നാടകമാണെന്ന് യമൻ. അതിശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിന് നേരെ 3 ഘട്ടങ്ങളിലായി 24 മണിക്കൂറിനിടയിൽ യമൻ നടത്തി. എയർപോർട്ട് കേന്ദ്രീകരിച്ചും അഷ്കലോൺ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. ചില നഗരത്തിന് തീ പിടിച്ചുകൊണ്ട് പുകകൾ ഉയരുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വീഡിയോ സഹിതം ഇപ്പോൾ പ്രചരിക്കുകയാണ്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഗസയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ അതിശക്തമായിരിക്കുന്ന ബോംബ് സ്ഫോടനം നടത്തുകയും 30ഓളം പാലസ്തീനികൾ കൊല്ലപ്പെടുകയും 140ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സമാധാനപരമായിരിക്കുന്ന ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് സൗദി അറേബ്യയിലും ഖത്തറിലും അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശനം നടത്തുന്നത്. ആ സമയത്ത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് പാലസ്തീനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ലൈസൻസ് നൽകിയാണ് പോയത്. ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റിന് അറിയാം. ഒരു ചർച്ചയിലും അത് വരുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടെ അക്രമം നടത്തണം എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ താല്പര്യം, അതിന് അമേരിക്ക പിന്തുണ നൽകുന്നു. ഒരു ഭാഗത്ത് സമാധാനത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലോകം സന്ദർശിക്കുന്നു, മറുഭാഗത്ത് അക്രമം നടത്താൻ വേണ്ടി പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ മുഖമുള്ള ഇരട്ട നാടകമാണ് അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്നത്. ഞങ്ങളെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനെ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാവും. ഫലസ്തീനെ ആക്രമിച്ചു, ഞങ്ങൾ തിരിച്ചടിച്ചു. അതിശക്തമായിരിക്കുന്ന തിരിച്ചടിയാണ് ഞങ്ങളുടെ ഭാഗത്ത് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് നേരെ ഉണ്ടായത് എന്ന് അവർ